ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. വയനാട് പനവല്ലി പുഴയിലൂടെ ആനക്കുട്ടി ഒഴുകിപ്പോകുന്നത് കണ്ടതായി പ്രദേശവാസികൾ. ഇന്ന് വൈകിട്ട് 3 മണിയോടെയാണ് പനവല്ലി പാലത്തിനടിയിലൂടെ ആനക്കുട്ടി ഒഴുകുന്ന ദൃശ്യം നാട്ടുകാർ പകർത്തിയത്. ദൃശ്യങ്ങളിലേക്ക്. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ചേരുകയാണ്. സുർജിത്ത്, എന്തൊക്കെ വിവരങ്ങളാണ് നാട്ടുകാർ പങ്കുവച്ചത്? പ്രവിത, ഇന്ന് വൈകിട്ട് 3 മണിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇത് മാനന്തവാടിക്ക് അടുത്താണ് ഈ പനവല്ലി എന്ന് പറയുന്ന പ്രദേശം. ആ പനവല്ലി പുഴയിൽ വലിയ രീതിയിലുള്ള കുത്തൊഴുക്കുണ്ട്. കാരണം കനത്ത മഴയാണ് വയനാട്ടിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും വലിയ രീതിയിലുള്ള നീരൊഴുക്കുണ്ട്. ഇതിനിടയിലാണ് ഒരു ആനക്കുട്ടിയുടെ ജഡം എന്നുള്ള സംശയമാണുള്ളത്. അത് ഇങ്ങനെ ഒഴുകിപ്പോകുന്ന ഒരു ദൃശ്യം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അവർ അത് ഫോണിൽ പകർത്തുകയും ചെയ്തു. തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തെരച്ചിൽ നടത്തി. പക്ഷെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഏതെങ്കിലും കാട്ടാനക്കൂട്ടം പുഴ മുറിച്ചു കിടക്കുന്നതിനിടെ അപകടത്തിൽ പെട്ടതായിരിക്കാം എന്നുള്ള കരുതൽ അത്തരത്തിലാണ് അനുമാനിക്കുന്നത്. എന്തായാലും ഈ കാട്ടാനക്കുട്ടിയുടെ ജഡമാണ് എന്നുള്ള തരത്തിലുള്ള സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. അത് നിശ്ചലമായ രീതിയിൽ തന്നെ അതിങ്ങനെ ഒഴുകി പോകുന്നൊരു സ്ഥിതിയാണ് ഉള്ളത്. ജഡം ആണ് എന്നുള്ള സംശയമാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. പ്രവിത. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ വയനാട്ടിൽ നിന്ന് നൽകിയത്.